إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളും പ്രത്യേകതകളുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെ മനസ്സിലാക്കിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭംഗിയും സൗന്ദര്യവും ശരീരവർണ്ണനയുമെല്ലാം മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള ആ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും ഭംഗിയും സൗന്ദര്യവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം നേരിട്ട് കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുവാൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലിരിക്കുവാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വളരെ സൗന്ദര്യമുള്ള, വളരെ ഭംഗിയുള്ള വിശുദ്ധ ഖുർആൻ നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുണ്ട്. ആ വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും ആ വിശുദ്ധ ഖുർആനിന്റെ കൂടെ സഞ്ചരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് സൂറത്തു നജ്മിൽ പറഞ്ഞ ഇപ്രകാരമാണ്: ദൂ മിർറത്തിൻ ഫസ്തവ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏറെ ഭംഗിയുള്ളവനാണ്, വളരെ ശക്തിമാനുമാണ്. ആ ഭംഗിയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വേദഗ്രന്ഥവും ഏറെ ഭംഗിയും ശക്തിയുമുള്ളതാണ്. അതിന്റെ ഭാഷയാണെങ്കിലും ശൈലിയാണെങ്കിലും അതിന്റെ പാരായണമാണെങ്കിലും അതിന്റെ കേൾവിയാണെങ്കിലും വിശുദ്ധ ഖുർആന്റെ ശബ്ദമാണെങ്കിലും ഏത് നിലക്ക് നോക്കിയാലും വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യം ഒരു വിശ്വാസിക്ക് മനസ്സിലാകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി ജിന്നുകൾ വന്നു. സൂറത്ത് ജിന്നിൽ 1-ാമത്തെ ആയത്താണ്. ആ ജിന്നുകൾ തങ്ങളുടെ കൂട്ടുകാരോട് ചെന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നൊരു വാചകം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഞങ്ങളൊരു ഖുർആൻ ശ്രവിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു. ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഒരു ഖുർആൻ. ചെറിയ വേദഗ്രന്ഥമല്ല അത്, അത്ഭുതകരമായ, വളരെയധികം ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു വേദഗ്രന്ഥത്തെ ഞങ്ങൾ ശ്രവിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു എന്നാണ് ജിന്നുകൾ അവരുടെ ആളുകളുടെ അടുക്കൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞതായിക്കൊണ്ട് സൂറത്ത് ജിന്നിൽ അള്ളാഹു ഉദ്ധരിക്കുന്നത്. എന്താണ് സഹോദരന്മാരെ വിശുദ്ധ ഖുർആന്റെ അജബുകൾ? ഇത്രയും കാലം വിശുദ്ധ ഖുർആൻ നമ്മുടെ കൂടെയുണ്ടായിട്ടും ആ വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ജിന്നുകൾ പോലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരുന്ന് വിശുദ്ധ ഖുർആന്റെ അജബുകൾ മനസ്സിലാക്കിയെങ്കിൽ കാലങ്ങളായി, യുഗങ്ങളായി വിശുദ്ധ ഖുർആന്റെ കൂടെയുള്ള നമ്മൾ ഓരോരുത്തരും എത്ര അജബുകൾ ഖുർആനിൽ കണ്ടിട്ടുണ്ട്, വിശുദ്ധ ഖുർആന്റെ എത്ര അജബുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, വിശുദ്ധ ഖുർആന്റെ എത്ര അജബുകൾ, അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ്, ഗൈറ ദീ ഇബജിൻ, നല്ല ശുദ്ധമായ അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും ലളിതമായ, വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ പറയാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഭാഷയാണ് അറബി ഭാഷ. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആന്റെ ഭാഷ പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കാണ് വിശുദ്ധ ഖുർആന്റെ അജബ് മനസ്സിലാക്കാൻ സാധിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രവിച്ചിരുന്ന മക്കത്തെ മുശ്രിക്കുകൾ അവർ ഖുർആനിൽ അജബായവരാണ്. അറബ് നാട്ടിലെ ഏറ്റവും വലിയ അറബി കവിയായിരുന്ന വലീദ് ബിൻ മുഗീറ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കണ്ടു. ആ പാരായണം ചെയ്തത് അദ്ദേഹം നോക്കി നിൽക്കുകയാണ്. അദ്ദേഹം വലിയ അത്ഭുത സ്തബ്ധനായി. കാരണം അദ്ദേഹം എന്നിട്ട് തന്റെ ജനങ്ങളടുക്കൽ വന്നുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ഫവല്ലാഹി മാ മിൻകും മിൻ റജുലിൻ ആലമ ബിൽ അശ്ആർ മിന്നി, പടച്ചറബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറബി കവിത അറിയുന്നവൻ ഞാനാണ്. അതുപോലെ തന്നെ വല ആലം ബിറജ്സിഹി, ഈ അറബിയുടെ താളവും അത് അറബി കവിതയുടെ താളവും ഒക്കെ അറിയുന്ന, അതിന്റെ ശൈലികൾ അറിയുന്നവൻ ഞാൻ തന്നെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ. പക്ഷേ വല്ലാഹി പടച്ചറബ്ബിനെ തന്നെയാണ് സത്യം, മാ യുശ്ബിഹു അല്ലദീ യഖൂൽ ശൈഅൻ മിൻ ഹാദാ, മുഹമ്മദ് പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ കവിതയുമായി കൊണ്ട് യാതൊരു സാദൃശ്യവുമില്ല. അത് കവിതയല്ല. ഇന്ന ലിഖൗലിഹി അല്ലദീ യഖൂലു ഹലാവ, അദ്ദേഹം പറയുന്ന ആ വാക്കിന് ചില ഹലാവത്തുകളുണ്ട്, ചില മാധുര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ വേണ്ടി വന്ന പ്രവാചകനെ എതിർത്ത ഒരു മുശ്രിക്കിന്റെ വാക്കുകളാണ് വഇന്ന ലിഖൗലിഹി അല്ലദീ യഖൂലു ഹലാവ. ആ വിശുദ്ധ ഖുർആനിന് ചില ഹലാവത്തുകളുണ്ട്, ചില മാധുര്യമുണ്ട്. ആ മാധുര്യം മുശ്രിക്കായിട്ടുള്ള വലീദ് ഇബ്നു മുഗീറ ആസ്വദിച്ചു. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കും, വലീദ് ഇബ്നു മുഗീറക്ക് കിട്ടിയ ഹലാവത്ത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ചില വാചകങ്ങൾ മാത്രം കേട്ടിരിക്കുന്ന വലീദ് ഇബ്നു മുഗീറ പറയാണ് വഇന്ന ലഹു ലഹലാവ, ആ വിശുദ്ധ ഖുർആനിന് ചില ഹലാവത്തുകളുണ്ട്, ചില ആസ്വാദനങ്ങളുണ്ട്. അതുപോലെ തന്നെ വഇന്ന അലൈഹി ലതിലാവ, അതിന് ചില ഗാംഭീര്യങ്ങളും ചില ഭംഗികളുമുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. വഇന്നഹു ലമുസ്മിറുൻ അലാഹു, ആ വിശുദ്ധ ഖുർആന്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ അത് മുസ്മിറത്താണ്, ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്.
അതുപോലെ തന്നെ മുഖദ്ദഖുൻ അസ്ഫലുഹു, അതിന്റെ അടിഭാഗവും ഏറെ സമ്പന്നമാണ്. വഇന്നഹു ലയഅലു വമാ യുഅല, ആ വിശുദ്ധ ഖുർആൻ ജനങ്ങൾ അതിജയിക്കുക തന്നെ ചെയ്യും. ആ വിശുദ്ധ ഖുർആൻ ഒരിക്കലും അതിജയിക്കപ്പെടുകയില്ല എന്ന് വലീദ് ഇബ്നു മുഗീറ എന്ന് പറയുന്ന മുശ്രിക്കായ മനുഷ്യൻ വിശുദ്ധ ഖുർആനെ വിലയിരുത്തുകയാണ്. ഏതാനും ചില ആയത്തുകൾ മാത്രം കേട്ട് ഖുർആൻ മുഴുവനൊന്നും വലീദ് ഇബ്നു മുഗീറ കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ഏതാനും വാചകങ്ങളും ഏതാനും ആയത്തുകൾ മാത്രമാണ് കേട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാണ് വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യം മനുഷ്യന്മാരും ജിന്നുകളുമൊക്കെ പിന്നെ ആസ്വദിക്കും. വലിയ ആകർഷണ ശക്തിയാണ് വിശുദ്ധ ഖുർആനുള്ളത്. അതുകൊണ്ടാണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബീസീനിലേക്ക് ഹിജ്റ പോയി. അവിടുത്തെ രാജാവ് അവരെ സ്വീകരിച്ചു, നജാശി രാജാവ് സ്വീകരിച്ചു. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അവസാനം അബീസീനിലെത്തിയ മുസ്ലിമീങ്ങൾക്ക് സ്വൈര്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ, അദ്ദേഹം അന്ന് മുശ്രിക്കായിരുന്നു, അബീസീനിലേക്ക് ആളുകളെ പറഞ്ഞയച്ചു. ഇവിടെ പ്രശ്നക്കാരാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ എന്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ എന്താണ് മുസ്ലിമീങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി നജാശി രാജാവ് അവിടെ ഹിജ്റ ചെന്നെത്തിയ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ക്ഷണിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് ഓതൂ, ആ വിശുദ്ധ ഖുർആൻ ഞാനൊന്ന് കേൾക്കട്ടെ. ആ സന്ദർഭത്തിൽ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു സൂറത്തു മറിയം മുസ്ലിമല്ലാത്ത ഒരു ക്രിസ്ത്യാനിയായ ഒരു രാജാവിന്റെ മുമ്പിൽ വെച്ച് പാരായണം ചെയ്യുകയാണ്. ആ സൂറത്തു മറിയം ഓതിത്തീരുന്നതിന് മുമ്പ് നജാശി രാജാവ് ഇരുന്ന ഇരിപ്പിടത്തിൽ വെച്ചുകൊണ്ട് കരയുകയാണ്. മുസ്ലിമല്ല അയാൾ. ആ സന്ദർഭത്തിൽ അയാൾ മുസ്ലിമായിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു മറിയം കേട്ട ആ സന്ദർഭത്തിൽ തന്നെ നജാശി രാജാവ് എന്ന് പറയുന്ന അന്ന് മുസ്ലിമല്ലാത്ത ഒരു ക്രിസ്ത്യാനി കരഞ്ഞു പോവുകയാണ്. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എത്ര ആയത്തുകൾ നമ്മൾ കേൾക്കുന്നു, നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണുകൾക്കും വല്ല ചലനവും ഉണ്ടായിട്ടുണ്ടോ സഹോദരന്മാരെ? അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനിന്റെ സൗന്ദര്യം നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഇതിനെ സംബന്ധിച്ചാണ് സൂറത്തു മാഇദയിൽ 82-ാമത്തെ ആയത്തിലുള്ള പറഞ്ഞത്, വൈദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി, പ്രവാചകനിലേക്ക് ഇറക്കപ്പെട്ടത് അവർ കേട്ടാൽ, അഹ്ലി കിതാബിൽപ്പെട്ട ആളുകൾ കേട്ടാൽ, തറ അയ്യുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്, ആ ഖുർആനിൽ പറഞ്ഞ സത്യം മനസ്സിലാക്കിയിട്ട് അവിടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വരുന്നതായിക്കൊണ്ട് പ്രവാചകരെ നിങ്ങൾക്ക് കാണാം. അഹ്ലി കിതാബിനെ പറ്റിയാ പറഞ്ഞു. മുസ്ലിമല്ലാത്ത ജൂതന്മാരും ക്രിസ്ത്യാനികളും അവിടെ മനസ്സ് നല്ലതാണെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ തറ അയ്യുനഹും തഫീദു മിനദ് ദംഇ, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് വരുന്നതായിക്കൊണ്ട് നിനക്ക് കേൾക്കാൻ സാധിക്കും. കാരണം അവർ വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യം മനസ്സിലാക്കിയവരാണ്, ആ ഖുർആനിന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ലോകത്ത് വിശുദ്ധ ഖുർആൻ പോലെ കേൾക്കാൻ ഭംഗിയുള്ള, ആസ്വദിക്കാൻ ഏറ്റവും ആസ്വാദികരമായ മറ്റൊരു വേദഗ്രന്ഥം വേറെ ഏതാണുള്ളത്? ഇവിടെ വേറെ ഒരേ മതക്കാർ കുറെ കിതാബുകളുണ്ടല്ലോ. പക്ഷെ വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് പോലെ ആസ്വദിച്ച് കേൾക്കാൻ പറ്റിയ വേറെ ഏത് വേദഗ്രന്ഥമാണ് ഉള്ളത്? എവിടെയില്ല. കാരണം ഇത് അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. ആ പടച്ചറബിന്റെ ഭംഗിയും പടച്ചറബിന്റെ സംസാരത്തിന്റെ ഭംഗിയും വിശുദ്ധ ഖുർആനുണ്ടാകും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഇശാ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ കുറച്ച് നേരം വൈകി. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, അബ്തഅതു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൻ ബഅദൽ ഇശാ, റസൂലുള്ളാഹിന്റെ കൂടെ പള്ളി നിസ്കരിച്ച് പിന്നെ തൊട്ടടുത്ത വീട്ടിലേക്ക് വരാൻ കുറച്ച് നേരം വൈകിപ്പോയി. പസുമ്മ ജീവിതത്തിൽ ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്ന കുന്തി, ആയിഷ നീ എവിടെയായിരുന്നു? അബൂ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കുന്തു അസ്തമിഉ ഖിറാഅത റജുലിൻ മിൻ അസ്ഹാബിക ലം അസ്മഅ മിസ്ല ഖിറാഅതിഹി വസൗതിഹി മിൻ അഹദിൻ. നബിയെ, നിങ്ങളുടെ സഹാബത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ വിശുദ്ധ ഖുർആനിന്റെ ഓത്ത് ഞാൻ കേൾക്കുകയായിരുന്നു. ഇതുപോലെ ഭംഗിയുള്ള ഒരു പാരായണം ഒരു മനുഷ്യന്റെതും ഞാൻ ഇതുവരെ ശ്രവിച്ചിരുന്നില്ല. ഇത് കേട്ടപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ കൂടെ പോവുകയാണ്. വഖുംതു മഅഹു അസ്തമഅ ലഹു. അങ്ങനെ ഞാനും ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത് ഓത്ത് കേൾക്കാൻ വേണ്ടി. സുമ്മൽ തഫത, എന്നൊരു പ്രവാചകൻ ആ ഓത്ത്, ഒരു സഹാബി ഓതുന്ന ആ ശ്രവണ മധുരമായ ആ ഓത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കേൾക്കാൻ, ആസ്വദിക്കാൻ. എന്നിട്ട് സുമ്മൽ തഫത ഇലയ്യ, എന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ സാലിം മൗല അബി ഹുദൈഫ. ആയിഷ ആരാണെന്നറിയാൻ? ഇത് അബൂ ഹുദൈഫയുടെ മൗലയായ, മോചിതനായ, അടിമയായ സാലിമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ ഉമ്മത്തി മിസ്ല ഹാദാ. പടച്ചോനെ, ഇത്ര ശ്രവണ സുന്ദരമായി വിശുദ്ധ ഖുർആൻ ഓതാൻ കഴിയുന്ന ഈ സാലിമിനെ പോലത്തെ മനുഷ്യന്മാരെ എന്റെ ഉമ്മത്തിൽ നിശ്ചയിച്ച പടച്ചറബേ, നിനക്കാകുന്ന സർവസ്തുതികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ആ ഓത്ത് ആസ്വദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ആശീർവാദങ്ങൾ നടക്കുകയും ചെയ്തു. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പാരായണം കേൾക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമിരി ആലി ദാവൂദ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സബൂർ വളരെ സുന്ദരമായി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പറവകളും മലകളുമെല്ലാം അതിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്രയും സുന്ദരമായ ശബ്ദമായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദം. അദ്ദേഹത്തിന്റെ ആ സബൂർ അദ്ദേഹം പാരായണം ചെയ്യുമ്പോൾ അതിൽ ലയിച്ചുകൊണ്ട് പറവകളും അതുപോലെ തന്നെ പർവ്വതങ്ങളുമൊക്കെ അത് കേട്ടിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശബ്ദമാധുര്യം അബൂ മൂസ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആന്റെ പാരായണം എന്ന് പറഞ്ഞാൽ അത് കേട്ടാലും കേട്ടാലും മതിയാകാത്തതാണ്. ഏതൊക്കെ രൂപത്തിൽ ഓതിയാലും ആ വിശുദ്ധ ഖുർആന് സൗന്ദര്യമുണ്ടാകും. കാരണം അതിന് ഓതാൻ ചില നിയമങ്ങളുണ്ട്. വേറെ ഒരു ഗന്ധത്തിനുമില്ലാത്ത ഒരു പ്രത്യേകതയാണ്. അത് പാരായണത്തിന് നിയമങ്ങളുണ്ട്. അതിന്റെ ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്നാണത് പുറപ്പെടേണ്ടത്. അലിഫ് എവിടെ നിന്ന് പുറപ്പെടണം, ബാ എവിടെ നിന്നാണ്, താ എവിടെ നിന്നാണ്, അങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും മഖാരിജിൽ ഹുറൂഫുകളുണ്ട്. ആ ഹർഫിന്റെ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതാണ് വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യം. അതിനാണ് ഇൽമു തജ്വീദ് എന്നൊക്കെ പറയുന്നത്. ഖുർആന് മാത്രമുള്ള പ്രത്യേകതയാണ്. വേറെ ഒരു വേദഗ്രന്ഥത്തിനും പാരായണ മര്യാദകളില്ല. ഇഷ്ട രൂപത്തിൽ ആർക്കും പാടാം, ആർക്കും പാരായണം ചെയ്യാം. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെന്ന് കേട്ടുകൊണ്ട് മാത്രം ഈ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. ഞാനൊക്കെ മക്കയിൽ പോയ സന്ദർഭത്തിൽ അവിടെ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. ആ സഹോദരന്റെ പൂർവ്വകാല ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ തോന്നിവാസത്തിലും മ്യൂസിക്കിലും പാട്ടിലും മാത്രം ജീവിച്ചൊരു മനുഷ്യരായിരുന്നു അയാൾ. അങ്ങനെ യാദൃശ്ചികമായി അയാൾ മക്കയിലേക്ക് ജോലി കിട്ടി വരികയാണ്. അയാൾ ഇസ്ലാമുമായി കൊണ്ട് മുസ്ലിം തന്നെയാണ് അയാൾ. പക്ഷെ ഇസ്ലാമുമായി കൊണ്ട് യാതൊരു ബന്ധമില്ല, മതമില്ലെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനെ പുച്ഛിച്ച് പരീക്ഷിച്ച് നടന്നൊരു മനുഷ്യനാണ്. അങ്ങനെ യാദൃശ്ചികമായി ഒരു ദിവസം അയാൾ സംഗീതത്തിൽ മുഴുകി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. യാദൃശ്ചികമായി അയാൾ റമദാൻ മാസത്തിൽ ഹറമിലേക്ക്, പള്ളിയിലേക്ക് വന്നു. അന്ന് സുദൈസ് ആണ് അവിടുത്തെ ഇമാം. അബ്ദുറഹ്മാൻ സുദൈസ് ഹഫ്ളഹുള്ളയുടെ മനോഹരമായ വിശുദ്ധ ഖുർആൻ ഒരൊറ്റ തവണ അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടായി. കാരണം അദ്ദേഹം മ്യൂസിക്കിന്റെയും പാട്ടിന്റെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ വിശുദ്ധ ഖുർആന്റെ താളാത്മകതയും ഈ വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ സൗന്ദര്യവും അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കി. ആ ഒരൊറ്റ ദിവസം അദ്ദേഹം തീരുമാനിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ. ഇന്ന് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്രയോ അധ്യായങ്ങൾ മനഃപ്പാടമാക്കിയ ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വിശുദ്ധ ഖുർആന്റെ സ്വാധീനമാണത്. അതിന്റെ പാരായണത്തിന് പോലും യഥാർത്ഥത്തിൽ വലിയ സ്വാധീനങ്ങളുണ്ട്. അത് കേൾക്കേണ്ട രൂപത്തിൽ കേട്ടാൽ വലിയ സ്വാധീനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ വിശദീകരിച്ചതായി കൊണ്ട് കാണാം, അവലം യക്ഫിഹിം അന്ന അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മത്തുൻ വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ. അല്ലയോ മനുഷ്യന്മാരെ, അവലം യക്ഫിഹിം നിങ്ങൾക്ക് മതിയില്ലേ, അവർക്ക് മതിയായതല്ലേ? ഇന്ന അൻസൽനാ അലൈക്കൽ കിതാബ, നാം നിങ്ങൾക്കൊരു കിതാബ് ഇറക്കിയിരിക്കുന്നു. യുത്ലാ അലൈഹിം,
അവിടെ മേലിത് ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യപ്പെടുന്ന ഒരു വേദഗ്രന്ഥം നാം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് ഇന്ന ഫീ ദാലിക ലറഹ്മതൻ, നിശ്ചയമായി കൊണ്ടും ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് റഹ്മത്തുണ്ട്. വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ആ ഖുർആനിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട്, ആ ഖുർആനിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വളരെ വലിയ ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ പലപ്പോഴും പറയാം. ഒറ്റ ആയത്തിന്റെ ഉദാഹരണം മാത്രം ഞാൻ പറയാം. അശുദ്ധ ഖുർആൻ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ ഇദാ മസ്സഹു ശർറു ജസൂആ വഇദാ മസ്സഹുൽ ഖൈറു മനൂആ. ഈ മൂന്നായത്ത് മനുഷ്യന്റെ മൊത്തം സ്വഭാവങ്ങൾ അല്ലാഹു വർണ്ണിച്ചിട്ടുണ്ട്. ഈ മൂന്നായത്തിൽ പണ്ഡിതന്മാർ പറയാൻ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ, മനുഷ്യന്മാർ വളരെ അക്ഷമന്മാരായിക്കൊണ്ടാണ്, ക്ഷമയില്ലാത്തവരായിക്കൊണ്ടാണ് മനുഷ്യന്മാർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് നമുക്കൊന്നിനും ക്ഷമണ്ടല്ലോ. സബർ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, വേഗത്തിൽ കിട്ടണം. അത് സാമ്പത്തിക രംഗമാണെങ്കിൽ ഏത് രംഗമാണെങ്കിലും ഒരു ആർത്തി പൂണ്ട മനസ്സുമായിക്കൊണ്ടാണ് മനുഷ്യന്റെ അതാണ് സ്വഭാവം. ഇതിനത് പറയാണ് ഇദാ മസ്സഹു ശർറു ജസൂആ, അവന് വല്ല ഷർറുകളും ബാധിച്ചാൽ അവൻ അസ്വസ്ഥനാണ്. വഇദാ മസ്സഹുൽ ഖൈറു മനൂആ, ഇനി അവന് വല്ല നന്മകളും ബാധിച്ചാൽ ആ നന്മ വേറെ ആർക്കും കൊടുക്കാതെ അത് പിടിച്ചു വെച്ച് സ്വന്തത്തിന് മാത്രം കാണിക്കുന്ന പിശുക്ക് മനുഷ്യനുണ്ടാകും. ഇത് മനുഷ്യന്റെ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 2-3 ആയത്തുകളിൽ മാത്രം വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഈ വിശുദ്ധ ഖുർആന്റെ കഥകളെടുത്ത് പരിശോധിച്ച് ഞാൻ വിശദമായി പറയല്ല. വിശുദ്ധ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിന്റെ ആ കഥകളാണെങ്കിലും പരാമർശങ്ങളാണെങ്കിലും ഇനി ഹുക്കുമുകൾ വിശദീകരിക്കുന്നിടത്താണെങ്കിലും ചരിത്രങ്ങൾ വിശദീകരിക്കുന്നിടത്താണെങ്കിലും ഒക്കെ ഖുർആന്റെ പദപ്രയോഗങ്ങൾ വളരെ അത്ഭുതകരമായ ഇത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന ആയത്താണ്. ആ സൂറത്തുൽ കഹ്ഫിൽ പിന്നെ ദുൽഖർനൈനുണ്ടാക്കിയ മതിലുമായി കൊണ്ട് ബന്ധപ്പെടുത്തി, ദുൽഖർനൈന്റെ കെട്ടിക്കൊടുത്ത മതിലുമായി കൊണ്ട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ മതിലിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറയാണ്, അത് നിങ്ങൾക്ക് ചാടിക്കടക്കാൻ കഴിയുകയില്ല, അതേപോലെ നിങ്ങൾക്കതിൽ ഓട്ടയുണ്ടാക്കാനും കഴിയൂല. 2 സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു ഇസ്തിതാഉ എന്നാണ് പ്രയോഗിച്ചത്. പക്ഷേ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ താഉ പറയാതെ ഫമസ്താഉ അൻ യദ്ഹറൂഹു വമസ്തതാഉ ലഹു നഖബാ എന്ന് പറഞ്ഞു. ചാടിക്കടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ താ എന്ന് കൂട്ടി പറഞ്ഞില്ല. എന്നാൽ ഓട്ടയുണ്ടാക്കുന്ന ദോരമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ താ എന്ന അക്ഷരം കൂട്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അത് താ ഇവിടെ വിട്ടുപോയതും അവിടെ കൂടിയതുമല്ല. അത് വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യമാണ്, ഭംഗിയാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു മതിലാണ്, ആ മതിൽ ചാടിക്കടക്കാൻ അവന് പരിശ്രമിച്ചാൽ ഒരുപക്ഷെ അവൻ വിജയിച്ചേക്കാം. ഏണിയോ കോണിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ ചാടിക്കടക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് മനുഷ്യന് കുറച്ചും കൂടി എളുപ്പമുള്ളത് പറഞ്ഞപ്പോൾ ഫമസ്താഉ എന്ന് താ ഇല്ലാതെ പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കൊരിക്കലും സാധിക്കാത്ത ഒന്നാണ് അതിന് ദ്വാരമുണ്ടാക്കുക എന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ ഫമസ്തതാഉ അവിടെ താ കൂട്ടി പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർ താവിന്റെ ഇതിവിടെ മാത്രമല്ല, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞെടുത്ത് കാണാം. സൂറത്തുൽ കഹ്ഫിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമുമായി കൊണ്ടിങ്ങനെ അത്ഭുതകരമായ പല സംഭവങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടല്ലോ. കപ്പലോട്ടയാക്കി കുട്ടിയെ കൊന്നു, മുതൽ നന്നാക്കി കൊടുത്തു. അപ്പൊ ഇതൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വലിയ അത്ഭുതമുണ്ടായി. അദ്ദേഹം അക്ഷമനായി. അവസാനം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ പിരിയാൻ പോകാൻ 3 തവണ ഞാൻ ക്ഷമിച്ചു, ഇനി ക്ഷമിക്കുകയില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ. ആ വിശദീകരിച്ചു കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു ആയത്തുമുണ്ട്, വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം അതിനെപ്പറ്റി പറയുന്നതുമുണ്ട്. രണ്ടും ശൈലി വ്യത്യാസമുണ്ട്. വിശുദ്ധ ഖുർആൻ 78-ാമത്തെ സൂറത്തുൽ കഹ്ഫിൽ 78-ാമത്തെ ആയത്തിൽ പറയാണ്, സൗനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റാ, ഞാൻ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, ആ ക്ഷമിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു തരാൻ പോവുകയാണ്. അവിടെ ഫമസ്തതാഉ എന്ന് താവ് നേരത്തെ പറഞ്ഞ പോലെ താവ് കൂട്ടിയിട്ടാണ് അല്ലാഹു പറഞ്ഞത്. എന്നാൽ ഇതൊക്കെ ഈ 3 വിഷയങ്ങളുടെയും അതിന്റെ രഹസ്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് കപ്പലോട്ടയാക്കിയത്, എന്തുകൊണ്ടാണ് കുട്ടിയെ കൊന്നത്,
എന്തുകൊണ്ടാണ് ആ മതിൽ ശരിയാക്കി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാചകം അല്ലാഹു ഉദ്ധരിക്കുന്നത് സഉനബ്ബിഉക ബിതഅവീലി അദാലിക തഅവീലു മാ ലം തസ്തി അലൈഹി സബ്റാ. ഈ വിശദീകരണങ്ങളൊക്കെ മാലം തസ്തി അലൈഹി സബ്റാ അവിടെ ഇല്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് പറ്റി വിശദീകരിച്ചു. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ 3 കാര്യങ്ങളുടെ വിശദീകരണം കേൾക്കാൻ വേണ്ടി അദ്ദേഹം അസ്വസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യത്തിന്റെ പ്രതീകമായിക്കൊണ്ട് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ താകൂട്ടി പറഞ്ഞത്. അതേപോലെ തന്നെ ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുറച്ചൊക്കെ ആശ്വാസമായി, സമാധാനമായി. അതുകൊണ്ട് ആ സമാധാനത്തിന്റെ വിശദീകരണമാണ് അവിടെ ഇല്ലാതെ പറഞ്ഞത്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഓരോ ഹറഫുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഓരോ ആയത്തുകൾ തമ്മിലും അത്ഭുതകരമായ ബന്ധമുണ്ട്. ഈ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഒരു സൂറത്തിന് ശേഷം മറ്റേ സൂറത്ത് എന്തുകൊണ്ടാണ്, അവ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്, ഇതൊക്കെ വളരെയധികം പണ്ഡിതന്മാർ പഠിച്ചു മനസ്സിലാക്കുകയും അവർ അതിന്റെ സൗന്ദര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. സൂറത്തു ത്വാഹയിൽ കാണാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഫിർഔന്റെ സാഹിറന്മാരുമായിക്കൊണ്ട് മത്സരം നടത്തിയല്ലോ. അപ്പൊ സാഹിറന്മാരൊക്കെ സുജൂദിൽ വീണു. അങ്ങനെ ആ സാഹിറന്മാർ പറയുന്നൊരു വാചകമുണ്ട്, ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ, ഞങ്ങൾ ഹാറൂന്റെയും മൂസയുടെയും റബ്ബിൽ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് സൂറത്തു ത്വാഹയിൽ പറഞ്ഞത്. അതേ സമയത്ത് സൂറത്തു ആറാഫിലും അതുപോലെ മറ്റൊരു സ്ഥലത്തും അല്ലാഹു പറഞ്ഞു, ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. ആദ്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാ പറഞ്ഞത് 2 സ്ഥലങ്ങളിൽ. പക്ഷെ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ബിറബ്ബി ഹാറൂന വ മൂസ എന്ന് പറഞ്ഞു. ഇതെന്തുകൊണ്ടാ മാറിപ്പോയതാണോ? അതല്ല. ആ 2 സ്ഥലങ്ങളിലും റബ്ബി മൂസ വ ഹാറൂൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഹാറൂൻ എന്ന് പറഞ്ഞ നൂനിലാണ് അവസാനിക്കുന്നത്. അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തുകളും ശേഷമുള്ള ആയത്തുകളും ഒക്കെ നൂനിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഹാറൂനെ പിന്തിച്ചു പറഞ്ഞു. പക്ഷേ സൂറത്ത് താഹയിലാകട്ടെ അലിഫിലാണ് മൂസ എന്ന് പറയുന്നത്, അലിഫിലാണ് അവസാനിക്കുന്നത്. തൊട്ടു മുമ്പുള്ള ശേഷമുള്ള ആയത്തുകളും അതിനു മുമ്പുള്ള ആയത്തുകളും ഒക്കെ അവിടെ അങ്ങനെ പറഞ്ഞു. അവിടെ മൂസ ഹാറൂൻ എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ കൂർവ ശരിയാവുകയില്ല. ഇങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. മാത്രവുമല്ല സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കേട്ടാൽ അത് മടുപ്പ് വരാത്തതും മാത്രമല്ല ഒരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ അല്ലാഹു പറയാണ്, ഇന്നമൽ മുഅ്മിനൂൻ, ആരാണ് മുഅ്മിനുകൾ, ഇവർ മാത്രമാണ് വിശ്വാസികൾ എന്നാണ് അവർ. ഇനി പറയുന്ന 2 ഗുണങ്ങളുള്ള അവർ മാത്രമാകുന്നു മുഅ്മിനുകൾ. ആരാണ്? ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളതാ പേടിച്ചു വിറക്കുകയാണ്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ ഓതിക്കേൽക്കപ്പെട്ടാൽ സാദതുഹും ഈമാന, അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കുന്നവർ മാത്രമാണ് മുഅ്മിനുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, ഞാൻ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ എത്രയോ ആയത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എത്രയോ ആയത്തുകൾ നമ്മൾ ഓതുന്നുണ്ട്. എവിടെയാണ് നമുക്ക് ഈമാൻ വർദ്ധിച്ചത്? അപ്പോൾ എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആ വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യവും വിശുദ്ധ ഖുർആന്റെ ആശയവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നതിന് എന്തോ ചില തടസ്സങ്ങൾ, നമ്മൾ സാധാരണ ഭക്ഷണം ഇറങ്ങാതിരിക്കാനാണ് തടസ്സങ്ങളുള്ളതുപോലെ ആ വിശുദ്ധ ഖുർആന്റെ സൗന്ദര്യം നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ഈമാനിലേക്കും ഒന്നും ചേരാതിരിക്കാൻ എവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. മഹാന്മാർ റസൂലുള്ളാഹിന്റെ സഹാബത്ത് വിശുദ്ധ ഖുർആൻ കഴിയുന്നവർ മനഃപ്പാടമാക്കിയിരുന്നു. അവർ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് നമുക്ക് വേണ്ടി ഇറക്കപ്പെട്ട റസൂലുള്ളാഹിന്റെ സൗന്ദര്യം നമ്മൾ വിശദീകരിച്ചു. ആ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം പോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യവും നമ്മൾ മനസ്സിലാക്കണം. ആ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുമ്പോഴാണ് ഒരു ഈമാനിന്റെ മാധുര്യവും ആ ഈമാനിന്റെ ആസ്വാദനവും സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد.
ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിട്ടും അതിനോട് നമ്മുടെ സമീപനം എന്താണെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഈ വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്തിട്ടുള്ള, അതിനെ നിരന്തരമായി കൊണ്ട് പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകളെ, വലിയ വലിയ ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. സാലിഹ് ബിൻ അബ്ദുള്ള അർ-റാജിഹി റഹിമഹുല്ലാ, അദ്ദേഹത്തെ ഒരുപക്ഷെ സൗദി അറേബ്യയിലൊക്കെ പോയ ആളുകൾക്ക് പരിചയമുണ്ടാവും. റാജിഹി കമ്പനിയുടെ വലിയ മുതലാളിയായിരുന്നു അദ്ദേഹം. ഒരുപാട് ബാങ്കുകളുണ്ട്. റാജിഹി പള്ളി റിയാദിലും അതുപോലെ തന്നെ സൗദിയിൽ പല പട്ടണങ്ങളിലും ഉൾക്കെയുള്ള സൗദി അറേബ്യയിലെ വലിയ കോടീശ്വരനാണ് അദ്ദേഹം. വലിയ സമ്പത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഒരു ദിവസം ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ സമ്പത്തിൽ ഇത്ര ബർക്കത്ത് ലഭിക്കാൻ നിങ്ങൾ കാണുന്ന കാരണം എന്താണ്? അദ്ദേഹം ആദ്യം അതിന് മറുപടി പറഞ്ഞില്ല. കാരണം അദ്ദേഹം വളരെ വിനയമുള്ള ഒരു തഖ്വയുള്ള മനുഷ്യനാണ്. വലിയ കോടീശ്വരനും വലിയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും വളരെ വിനയമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദ്യം ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, രണ്ട് കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അല്ലാഹുവിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ഏത് വലിയ ജോലി തിരക്കിന്റെ ഇടയിലാണെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഞാൻ പള്ളിയിലെത്താറുണ്ട്. ഇത് നമുക്കൊക്കെ വലിയൊരു ഗുണപാഠമാണ്. സൗദി അറേബ്യയിലെ കോടീശ്വരനായ ഒരു മനുഷ്യൻ എത്ര വലിയ തിരക്കുള്ള വ്യക്തിയായിരിക്കും. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിച്ചാൽ നമുക്ക് ചെറിയ പെട്ടിക്കട ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്ക് പൂട്ടാൻ പേടിയാണ്, അല്ലെങ്കിൽ ഷട്ടർ താത്താൻ മടിയാണ്, അല്ലെങ്കിൽ ചെറിയ തിരക്കേ ഉണ്ടാവുള്ളൂ. പള്ളിയിലേക്ക് ഓടിപ്പോകാൻ, പള്ളിയിലേക്ക് പോകാൻ നമുക്കൊക്കെ വലിയ പ്രയാസമാണ്. അദ്ദേഹം പറയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ബർക്കത്തിന്റെ ഒരു കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ബർക്കത്ത് കിട്ടും. കാരണം അല്ലാഹുവിന്റെ ഹയ്യ അലസ് സ്വലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞ ഹയ്യ അലൽ ഫലാഹ് എന്നാണ്. നിങ്ങൾ വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകൂല. നമ്മളെന്താ വിചാരിക്കുക, അവിടെ ഷട്ടർ താത്തിപ്പോയ നഷ്ടമായിരിക്കും, കച്ചവടം കുറയും, കച്ചവടം പൂട്ടിപ്പോവും, പീടിക പൂട്ടിപ്പോണ്ടി വരും. അല്ലാഹു പറ ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കാണ് വരുന്നത്. ഇത് ആത്മാർത്ഥമായി മനസ്സിലാക്കിയ മനുഷ്യരായിരുന്നു ഷേഖ് റാജിഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം 2019 മരിക്കുന്നത്. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞത്, അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദിവസവും 5 മുതൽ 7 വരെ ജുസുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു തിരക്കുമില്ലാത്ത, ഒരു ജോലി തിരക്കുമില്ലാത്ത നമ്മളൊക്കെ വിശുദ്ധ ഖുർആനിൽ എത്രയാണ് ഒരു ദിവസം പാരായണം ചെയ്യാറുള്ളത്? ഞാനടക്കമുള്ള ആളുകൾ നമ്മളൊക്കെ ചിന്തിക്കുക. തിരക്കുകളുടെ മധ്യത്തിൽ ജീവിക്കുന്ന വലിയ കോടീശ്വരനായ ആ വ്യക്തി പറയാണ്, എന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികം എത്ര ബർക്കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ബർക്കത്തുള്ള വേദഗ്രന്ഥമാണ്, കിതാബുൻ മുബാറക്കാണ്, ബർക്കത്തുണ്ട് ആ ഖുർആനിന്. ആ ഖുർആനിന്റെ ബർക്കത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടി. ഇത് നമുക്ക് വലിയ ഗുണപാഠമാണ്. കഴിഞ്ഞ ദിവസം മരിച്ച ആലു ഷേഖ് റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചേക്കാണ്, ഒരു ദിവസം 3 ദിവസം കൂടുമ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കാറുണ്ടെന്നാണ്. ഇതൊക്കെ സ്വഹാബത്തിന്റെ കാലത്തുള്ള കഥല്ലത്. നമ്മുടെ മുമ്പിൽ കണ്ട മുന്നിൽ ജീവിച്ച മഹാപണ്ഡിതന്മാരും മഹത്തുക്കളുമായ ആളുകളുടെ ജീവിതമാണ് ഞാൻ ഈ പറയുന്നത്. 3 ദിവസം കൂടുമ്പോൾ ഖുർആൻ ഖത്തം തീർക്കും. അദ്ദേഹമാരാണ് സൗദി അറേബ്യയിലെ ചീഫ് ജസ്റ്റിസാണ്. എത്ര തിരക്കുണ്ടാവും അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് കോടതിയിൽ പോകണം,
വിധി പ്രഖ്യാപിക്കണം, വിധികൾ പഠിക്കണം. ഒരു ഖാദി എന്ന് പറഞ്ഞാൽ ഒരു വിധിയെ സംബന്ധിച്ച് അതിന്റെ 4 മൂലയും നോക്കിയിട്ടാണ് പറയുക. അതല്ലാതെ പണസ്വാധീനമോ അല്ലെങ്കിൽ വ്യക്തി സ്വാധീനമൊന്നും ഇസ്ലാമിക രാജ്യത്ത് കോടതിയിൽ സ്വാധീനിക്കൂല. അൽഹംദുലില്ലാഹ്. അപ്പൊ എത്ര തിരക്കുള്ള വ്യക്തിയാണ്. 3 ദിവസം കൂടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്നത് സഹാബത്തിന്റെ കാലത്തല്ല, ഇന്നലെ മിഞ്ഞാന്ന് മരിച്ച ആലു ഷേഖിന്റെ കഥ ഞാൻ പറഞ്ഞു. സഹോദരന്മാരെ, അവർക്കൊക്കെ വിശുദ്ധ ഖുർആൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. മദീനയിലെ ഉസ്മാനുൽ ഗനിയാണ്, പണക്കാരനായ ഉസ്മാൻ. എത്ര തിരക്കുള്ള മനുഷ്യനാണ്, കച്ചവടക്കാരനാണ്. മദീനയിലെ വലിയ സാമ്പത്തിക നേട്ടം, വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിന്റെ ചെലവിൽ പോലും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഖുർആൻ 3 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കും. റസൂലുള്ളാഹിന്റെ സഹാബത്ത് പറയാണ്, ഞങ്ങൾ റമദാനിൽ ആ പള്ളിയിൽ ഓരോ തൂണിന്റെ അടുത്തും 10-ലധികം ഖത്തം തീർക്കാറുണ്ട്. റമദാനിൽ പോലും ഖത്തം തീർക്കാത്ത ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ പറഞ്ഞ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടെങ്കിലേ, അത് പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിലേ ഈ ഒരു ഈമാനിന്റെ ആവേശം. നമുക്ക് പലപ്പോഴും പരാതി എന്താ വെച്ചാൽ, സ്കരിക്കുമ്പോൾ ഭക്തിയിട്ടില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ഹറാമിലേക്ക് പോവുകയാണ്, ഹറാമ് കാണാമെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഫോണ് നിയന്ത്രിക്കാൻ കഴിയണില്ല. ഇന്നൊരുപാട് പരാതികളുടെ മാണ്ടക്കെട്ടുകളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതൊക്കെ പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന് കുറച്ചൊക്കെ പഠിക്കുക, അത് ആഴ്ചയിൽ പഠിക്കാനൊരു അവസരം നമ്മൾ കണ്ടെത്തുക. അതിനാണ് നമ്മുടെ നാട്ടിൽ QHLS എന്ന് പറഞ്ഞത്. ഖുർആൻ പഠിക്കാൻ ദാഹിച്ചുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് പീസ് റേഡിയോയിൽ ഖുർആന്റെ ഒരുപാട് പങ്ക്തികളുണ്ട്. അത് തഫ്സീറുണ്ട്, അതിന്റെ ഹിഫ്ളുണ്ട്, ഒക്കെ ഉണ്ട്. അത് കേട്ടെത്രയോ ആളുകൾ ഹിഫ്ളാക്കുന്നു. വിശുദ്ധ പീസ് റേഡിയോ കേട്ടുകൊണ്ട് മാത്രം ആളുകൾ മുസ്ലിം ആകുന്നു, ഇസ്ലാമിലേക്ക് വരുന്നു. അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മളെത്ര ആളുകൾ കേൾക്കലുണ്ട്? നമ്മുടെ നാട്ടിൽ QHLS സംവിധാനങ്ങളുണ്ട്, എത്ര ആളുകൾ പങ്കെടുക്കാറുണ്ട്? അത് പങ്കെടുക്കണം. ആഴ്ചയിൽ നമ്മൾ ജുമയിൽ പങ്കെടുക്കുന്ന പോലെ നമ്മളെല്ലാവരും അതിനുവേണ്ടി ഹരം കെട്ടി വരാറുണ്ട്. അൽഹംദുലില്ലാഹ്, അത് നിർബന്ധമാണ്. പക്ഷെ അതുപോലെ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരായത്തെങ്കിലും ഒരാഴ്ച ഇനി അവിടെ പോയി ഇരിക്കലൊരു ബർക്കത്താണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന സരസിൽ മജ്‌ലിസിൽ ഇരിക്കലൊരു ബർക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 3 ആളുകൾ, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമിൽ ഉദ്ധരിച്ച ഹദീസാണ്. റസൂൽ പറഞ്ഞു, 3 ആളുകളുടെ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ പ്രവാചകൻ പറയാണ്, റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് 3 ആളുകൾ വന്നു. അതിലൊരാൾ ആ സദസ്സിങ്ങനെ നോക്കിയിട്ട് അയാളാണ് പോയി. 2ാമത്തെ ആള് ബാക്കിൽ പോയിരുന്നു. 3ാമത്തെ ആൾ റസൂലുള്ളാഹിന്റെ സദസ്സിൽ അവിടെ ഒഴിവുള്ള മുമ്പിൽ പോയി അവിടെ ഇരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പറയാണ്, ഈ 3 ആളുകളുടെ രീതി എങ്ങനെ ചോദിച്ചാൽ, 1ാമത്തെ ആള് അള്ളാഹുലേക്ക് അടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു അയാളിലേക്കും അടുത്തു, ഫആവ ഇലൈഹി. 2ാമത്തെ ആൾക്ക് കുറച്ചൊക്കെ മടിയുണ്ട്, ലജ്ജുണ്ട്. അപ്പൊ അള്ളാഹു അയാളെ ലജ്ജിച്ചു. 3ാമത്തെ ആൾ ഫഅദ്ബറ, അയാൾ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു പോയവനാണ്, അള്ളാഹു അയാളിൽ നിന്ന് തിരിഞ്ഞു പോയവനാണ്. ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടാവും, അവിടെ ഓഡിറ്റോറിയത്തിലുണ്ടാവും. നമ്മളിവിടെ താഴത്ത് ഇങ്ങനെ സൊറയും പടായും പറഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ വാട്സപ്പ് നോക്കിയിരിക്കുന്നുണ്ടാവും. 1ാം സദസ്സിൽ പോയിരുന്നാൽ പോലും പുണ്യമാണ്. അതാണുങ്ങൾ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഖുർആൻ പഠിക്കാനൊന്നും അവസരമില്ലാത്ത എത്രയോ സ്ഥലങ്ങളും ഒരു കേന്ദ്രമില്ലാത്ത എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ ആളുകൾ പരാതി പറയുന്നുണ്ട്. മൂലം ഇവിടെ ഒരു സെന്ററില്ല, ഒരു QHLS തുടങ്ങാൻ സ്ഥലമില്ല, ഒരു ക്ലാസ് നടക്കാൻ സ്ഥലമില്ല. ഇതിന് ഏതെങ്കിലും ഒരു വീടിന്റെ ചോലയിലും കാർ ഷെഡിലൊക്കെ നടത്തി അതിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന എത്രയോ ആളുകൾ ഈ മലയാളത്തിന്റെ മണ്ണിലുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്, അൽഹംദുലില്ലാഹ് വലിയ ഓഡിറ്റോറിയങ്ങളുണ്ട്. അതുകൊണ്ട് സഹോദരന്മാർ, ഇതൊക്കെ പഠിക്കാൻ മക്കത്തും മദീനത്തും ഇല്ല ആളുകൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കാണ് ഇവിടെ QHLS എന്ന് പറഞ്ഞത്. എല്ലാ നാട്ടിലും നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആന്റെ പഠിതാക്കളാകണം. പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഒന്നുകിൽ നീ ഖുർആൻ ഹാഫിളാകണം, അതല്ലെങ്കിൽ നീ ഖുർആന്റെ മുതഅല്ലിമാകണം, അതല്ലെങ്കിൽ നീ ഖുർആന്റെ മുഅല്ലിമാകണം. ഒന്നുകിൽ ഖുർആൻ പഠിച്ച ഹാഫിളാകുക, അവൻ എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാം. അല്ലെങ്കിൽ നീ ഖുർആൻ പഠിപ്പിക്കുന്നവനാകണം, അതല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നവനാകണം. ഇതല്ലാത്ത ഖുർആനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത റമളാൻ മാസത്തിൽ ഇങ്ങനെ പള്ളി വന്ന് മുസാഫ് എടുത്ത് നോക്കണ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഖുർആനുമായി നിരന്തരം ബന്ധം ഉണ്ടാകണം. നമ്മുടെ ഈമാന്റെ തോത് വർദ്ധിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഹറാമിലേക്ക് പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ അത്താണിയും ഏറ്റവും വലിയ സ്വാധീനവും അത് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ വിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ പിഞ്ചുമക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ ശക്തി അള്ളാഹു ദുർബലപ്പെടുത്തുമാറാവട്ടെ.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم